വരിങ്ങ പൂത്തൂട്ടാ. അതിൽ ഇതേ കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണെന്നും കൂടി അറിയില്ല. ഇത് മൂത്തിരിക്കുകയാണോ അതോ പിന്താണോ ഇനിയും വലുതാവോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്. ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 4, 5 ഉള്ളൂ. അപ്പോൾ എന്തായാലും പഴുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വലിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്താണ് ട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയിട്ടാ വീഡിയോസ് എടുക്കാനും ഉള്ളത് എഡിറ്റ് ചെയ്ത് ഇടാനും ഒക്കെ മടിയിട്ടാ. കൈ മുറിഞ്ഞ ശേഷം കുറച്ച് പണികളൊക്കെ കുറഞ്ഞപ്പോൾ ഇത് ചെയ്യാനടക്കം മടിയായിട്ടാ. എന്തെങ്കിലും ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. നേരത്തെ വീഡിയോ ഞാൻ ഇക്കാൻ്റെ കൂടെ ഓട്ടം പോകുമ്പോൾ പോയി എന്ന് പറഞ്ഞില്ലേ, ഇത് രണ്ടാമത്തെ ദിവസം വീണ്ടും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഈ പോക്ക് എന്തിനാണെന്നറിയാം, മക്കൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവർ ഒരു ദിവസം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. 10 ദിവസം ഇരുന്നിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയവരാണ്. ഒരു ദിവസം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി തന്നെ. അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് വന്ന് പിറ്റേ ദിവസം ഉണ്ടത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അരിയാട്ടി വെക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരില്ലാത്തതുകൊണ്ട് 2 പേർക്ക് എന്തുണ്ടാക്കുന്നതെന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, മാവും കാര്യങ്ങളൊന്നും. അപ്പോൾ വേഗം അവർക്ക് മാഗി ഉണ്ടാക്കി കൊടുത്തു. മാഗിൻ്റെ മുകളിൽ ഈ മുട്ട പൊരിച്ച് വെക്കുന്നത് ഈ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ്. ഇതിങ്ങനെ വെച്ച് കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു കൊതി. പക്ഷേ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ കൊടുത്ത ശേഷം മാഗി വേറെ മുട്ട വേറെ അങ്ങനെയൊക്കെ കേട്ടോ കഴിച്ച്. പിന്നെ എന്തായാലും മുട്ട കയറുന്നത് നല്ലതല്ലേന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കേട്ടോ അതും കൂടി പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് കറി മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും മുട്ടക്കറി എങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അന്ന് അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നബിദിനത്തിൻ്റെ അന്നത്തെ ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇത് അന്നത്തെ ദിവസം ഒരുപാട് മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പ്രത്യേകിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കാലത്ത് പരിപാടികൾ കഴിഞ്ഞിട്ട് ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഞായറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്.